ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്ലീവാണ് കാണിക്കുന്നത് കേട്ടോ. ഇതിനായിട്ട് എന്താണ് ഒരു 19 ഇഞ്ച് നീളത്തിലുള്ള ഒരു തുണിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്, അകലം എന്ന് പറയുന്നത് 11 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് സ്ലീവാണിത്. മടക്കി വെച്ചിരിക്കുകയാണ് രണ്ടാക്കിയിട്ട്. താഴെ നമുക്കിതിന് ഒരു 6 ഇഞ്ച് ലൂസ് കൊടുക്കാം. 1 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസും എടുക്കാം കേട്ടോ. അങ്ങനെ 7 ഇഞ്ചോളം നമുക്കെടുക്കാം. ഇതിന് ഞാൻ ഒരു 3 ഇഞ്ച് ക്യാപ്പ് കുഴിച്ച് വെട്ടാനായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സ്ലീവിൻ്റെ ആ ഒരു ആകൃതിയിൽ വെട്ടിയെടുക്കുക. ഈ ഒരു മോഡലിൽ നമ്മൾ സാധാരണ സ്ലീവ് വെട്ടുന്ന പോലെ വെട്ടിയെടുക്കുക. എന്നിട്ട് നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതേപോലെ അതിനെ കറക്റ്റായിട്ട് ഒന്ന് മാർക്ക് കൊടുത്തിട്ട് വെട്ടിയെടുക്കുക. ഇതുപോലെ സോഫ്റ്റായിട്ടുള്ള തുണികൾ നമ്മൾ എന്തെങ്കിലും ഒരു പിന്നെ എന്തെങ്കിലും കുത്തിയിട്ട് നിർത്തി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ആ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് കിട്ടില്ല. സെൻറ്റർ ഒന്ന് മാർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ, രണ്ട് സ്ലീവിൻ്റെ സെൻറ്റർ. എന്നിട്ട് നിവർത്തുക. ഇതിലാണെങ്കിൽ, ഇതുപോലെയുള്ള തുണിയിലാണെങ്കിൽ നമുക്ക് ഇൻ ഔട്ട് തിരിച്ചറിയാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇൻ ഔട്ട് നോക്കിയിട്ട് നമ്മൾ ചെയ്യുക കേട്ടോ. ഫ്രണ്ട് ഒന്ന് കുഴിച്ച് വെട്ടണം. സെൻറ്റർ മാർക്ക് ഉണ്ടല്ലോ, അവിടെ വെച്ചിട്ട് നമ്മളിതാ ഇതുപോലെ ഒന്ന് കുഴിച്ചു വെട്ടുക. ഒരു 1/2 ഇഞ്ച് കുഴിച്ചു വെട്ടുക. താഴെ ഒരു ബിറ്റ് തുണി കൊടുക്കുന്നുണ്ട്. അത് ആ ഡിസൈൻ വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ശൃംഗായിട്ട് നമ്മൾ ചുരുക്കി എടുക്കാനാണ് കേട്ടോ. അതിന് ചെയ്യേണ്ടത്, ഞാൻ ഒരു 2 ഇഞ്ചോളം വീതിയിൽ ഒരു കഷ്ണം തുണി എടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ഒരു തുണി എടുത്തിട്ടുണ്ട്. ഇത് അതും തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യുമ്പോൾ 1 ഇഞ്ച് വ്യത്യാസത്തിൽ നമ്മൾ അടിച്ചു കൊടുക്കണം കേട്ടോ. ആ കഷ്ണം തുണി ഉണ്ടല്ലോ, അതിൻ്റെ സെൻറ്റർ കൂടെ അടിച്ചു കൊടുക്കുക. ഇതുപോലെ മടക്ക് വരുമല്ലോ, ആ മടക്കിൻ്റെ അവിടെ വെച്ച് നമ്മൾ അടിച്ചു കൊടുക്കും. സെൻറ്ററിൽ നമ്മൾ അടിച്ചു കൊടുക്കുക കേട്ടോ. അതായത് നമ്മൾ 2 സൈഡ് 2 റോപ്പ് വെച്ച് ഉള്ളിലൂടെ തിരിച്ചെടുക്കാനാണ്. ഇതുണ്ട്, സെൻറ്ററിലാണ് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. 2 ചേർത്ത് വെച്ചിട്ട് ആ ബിറ്റ് തുണി ഉണ്ടല്ലോ, അതിൻ്റെ സെൻറ്ററിലൂടെ അടിച്ചു കൊടുക്കുക. ഉണ്ടോ, ഇത്രയും അകലത്തിൽ വേണം അടിച്ചു കൊടുക്കാൻ. അത് ഇതുപോലെ നിവർത്തി വെച്ചിട്ട് നമ്മൾ ഇതിനെ ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ട് മടക്കി കൊടുക്കുക. ഇതുപോലെ. എന്നിട്ട് വീണ്ടും ഒരടി അതിൻ്റെ മുകളിലൂടെ അടിച്ചെടുക്കുക. ആ വരുന്ന ആ ബിറ്റുണ്ടല്ലോ, അതിനെ ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് ഓർത്ത് അടിച്ചു കൊടുക്കുക. അതാണ് നമ്മുടെ സ്ലീവിൻ്റെ അടിവശം വരുന്നത്. ഇങ്ങനെയാണ് അടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഹോൾസിൻ്റെ ഉള്ളിൽ 2 റോപ്പ് ഇട്ട് തിരിക്കാൻ പറ്റും.
ഇതുപോലെ 2 സ്ലീവും നമ്മൾ അടിച്ചെടുക്കുക. ഓരം നമ്മൾ ഇതുപോലെ അടിച്ചു കൊടുത്തില്ലെങ്കിൽ നൂല് തൂങ്ങാനായിട്ട് തുടങ്ങും. അതിനാണ് നമ്മൾ ഒരു 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ മടക്കി കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതേ തുണിയിൽ ഒരു റോപ്പ് അടിച്ചെടുക്കണം. ഇതുണ്ട 2 ഹോളുണ്ട്. ഓരം നമ്മളിതുപോലെ മടക്കിയും കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ 1 ഇഞ്ച് വീതിയിൽ നമ്മളൊരു റോപ്പ് അടിച്ചെടുക്കുക. അടിച്ചിട്ട് നമ്മൾ തിരിച്ചെടുക്കണം കേട്ടോ. എന്തെങ്കിലും ഒരു സൂചി നൂലോ ഇതുപോലുള്ള എന്തെങ്കിലും സാധനം ഉപയോഗിച്ചിട്ട് തിരിച്ചെടുക്കണം. കറക്റ്റായിട്ടുള്ള നീളം എടുത്താൽ മതി കേട്ടോ. ഇത് 2 ഹോൾസിൻ്റെ ഉള്ളിൽ കൂടിയും ഓരോന്ന് നമ്മൾ കയറ്റി വിടുക. കയറ്റിയിട്ട് നമ്മൾ അടിവശം നമ്മൾ 1 ഇഞ്ച് സ്റ്റിച്ച് അലവൻസ് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഭാഗം അവിടെ വെച്ചിട്ട് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് ചുരുക്കി വിട്ടാക്കുക. വേണ്ടോ 2 സൈഡ് നമ്മൾ സ്ലീവ് ക്ലോസ് ചെയ്യാനാണ് അതുപോലെ സ്റ്റിച്ച് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഫ്രിൽസ് ഇതുപോലെ വരും. 2 സ്ലീവും അതുപോലെ ചെയ്തെടുക്കേണ്ടതാണ് കേട്ടോ. ഇതേപോലത്തെ നമ്മൾ ഹിപ്പിലും ചെയ്യാവുന്നതാണ് കേട്ടോ. ഹിപ്പൊക്കെ നമ്മൾ ടോപ്പിൽ ചെയ്യില്ലേ അതേപോലെ.